ഡിയർ സ്റ്റുഡൻസ്, ഗുഡ്നെസ് ടി വിയുടെ വിജ്ഞാന വീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സീക്വൻസ് സംഖ്യാശ്രേണികൾ എന്താണെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ചുറ്റുപാടും നിരവധി നമ്പർ സീക്വൻസുകളുണ്ട്. നമുക്കൊരു ചിത്രത്തിലൂടെ കടന്നു പോകാം. ബ്ലോക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഒരു ബ്ലോക്കാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ 2 ബ്ലോക്ക്, തേർഡ് റോയിലേക്ക് വരുമ്പോൾ അഗെയിൻ 3 ബ്ലോക്ക്, ഫോർത്ത് റോയിലേക്ക് വരുമ്പോൾ 4 ബ്ലോക്ക്. അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ ക്രമമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ നമ്പർ സീക്വൻസ് ആയിട്ട് എഴുതാം? ആദ്യത്തെ റോയിൽ 1, സെക്കൻഡ് റോയിൽ 2, തേർഡ് റോയിൽ 3. അപ്പോൾ നമ്പർ സീക്വൻസ് എന്ത് വരും? 1, 2, 3, 4 എക്സെട്ര ഇങ്ങനെ പോകുന്നു. നമുക്ക് 2-3 ചിത്രം കൂടി ഒന്ന് നോക്കാം. ചിത്രത്തിലേക്കൊന്ന് നോക്കാം. അപ്പോൾ വൈക്കോലുകൾ കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ ഒരെണ്ണം, തൊട്ട് താഴെ 2 എണ്ണം, അതിന് തൊട്ട് താഴെ 3 എണ്ണം, 4 എണ്ണം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് ആ നമ്പർ സീക്വൻസ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് വരും? 1, 2, 3, 4 എക്സെട്ര ഇങ്ങനെ പോകും നമ്മുടെ നമ്പർ സീക്വൻസ്. തൊട്ട് താഴെ നമ്മുടെ ഒരു ചെറിയ ചെടിയുടെ വളർച്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഒരു ഫിക്സഡ് ലെങ്ത് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫിക്സഡ് ലെങ്ത് കൂടുമ്പോൾ അതും എന്ത് തന്നെയാണ്? ഒരു നമ്പർ സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. ഒരു ലാഡറിൻ്റെ പാരലൽ ലൈൻസ് ലെങ്ത് കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതും എന്താണ്? ഒരു നമ്പർ സീക്വൻസ് ആണ്. നമ്മൾ ഇപ്പോൾ തിയേറ്ററിലായാലും സ്റ്റേഡിയത്തിലായാലും കസേരകൾ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു നമ്പർ സീക്വൻസിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ചവിട്ടുപടികൾ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു നമ്പർ സീക്വൻസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ട ചിത്രത്തിൽ നിന്നെല്ലാം നമുക്ക് ചുറ്റും അനവധി നമ്പർ സീക്വൻസുകൾ ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് സംഖ്യകളെ ക്രമമായി ചിട്ടപ്പെടുത്തി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. ഈ സംഖ്യാശ്രേണികൾക്ക് പൊതുവായി എന്തെങ്കിലും സവിശേഷതകളുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ബ്ലോക്കിൻ്റെ ചിത്രമായിരുന്നു. അതിലെന്താ കണ്ടത്? 1, 2, 3, 4 ഇങ്ങനെ ഒരു നമ്പർ സീക്വൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാം? 1ൽ നിന്ന് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും, 2വിനോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും, 3യോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു നമ്പർ സീക്വൻസ് ആണ്. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് വരാം. രണ്ടാമത്തെ എക്സാമ്പിൾ 3, 6, 9 എക്സെട്ര എന്ന് പോകുന്ന ഒരു നമ്പർ സീക്വൻസ്. 3ൽ 3യോട് 3 കൂട്ടിയാൽ എന്ത് കിട്ടും? 6 കിട്ടും. 6നോട് അഗെയിൻ 3 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്ന ഒരു നമ്പർ സീക്വൻസ് ആണ് അടുത്തത്. ഇനി ഈ നമ്പർ സീക്വൻസ് ഉപയോഗിച്ച് നമുക്ക് അടുത്തൊരു നമ്പർ സീക്വൻസ് എഴുതാം. 3യോട് 1 കൂട്ടി 4, 6നോട് 1 കൂട്ടി 7, 9നോട് 1 കൂട്ടി 10 ഇങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 4, 7, 10 എന്ന് പറയുന്ന ഒരു പുതിയ നമ്പർ സീക്വൻസ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 4ൽ നിന്ന് 7ലേക്ക് എത്താൻ എത്ര ആഡ് ചെയ്യണം? 3. 7ൽ നിന്ന് 10ലേക്ക് എത്താൻ അഗെയിൻ 3 ആഡ് ചെയ്യണം. ഇനി നമ്മൾ ബഹുഭുജങ്ങൾ കേട്ടിട്ടില്ലേ? പോളിഗൺസ്. ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ സം, പുറം കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 360 ആണ്. നമുക്ക് ത്രികോണത്തിൽ നിന്ന് തുടങ്ങാം. ട്രയാങ്കിളുടെ എക്സ്റ്റീരിയർ ആംഗിളിലെ സം എത്രയാണ്? 360 ഡിഗ്രി. റെക്റ്റാങ്കിളിൻ്റെ 360, പെൻഡഗൺ 360 നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറം കോണുകളുടെ അളവുകളുടെ തുക ഒരു നമ്പർ സീക്വൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. എന്ത് വരും? 360, 360, 360 എക്സെട്ര ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്ന നമ്പർ സീക്വൻസ്. അപ്പോൾ ഫസ്റ്റ് ഈ നമ്പർ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 360 ആണ്. ഈ 360ൽ നിന്ന് അടുത്ത 360ലേക്ക് എത്താൻ എന്ത് ആഡ് ചെയ്യണം? 0 ആഡ് ചെയ്യണം. ഈ സെക്കൻഡ് നമ്പറിൽ നിന്ന് അടുത്ത ടൈമിലേക്ക് എത്താൻ എന്ത് ആഡ് ചെയ്യണം? അഗെയിൻ 0 ആഡ് ചെയ്യണം. അപ്പോൾ 0 ആഡ് ചെയ്ത് പോകുന്ന ഒരു നമ്പർ സീക്വൻസ് ആണത്. ഇനി നമ്മളൊരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടാണ്. അപ്പോൾ ഓരോ സെക്കൻഡിലും അത് 9.8 വീതം അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇക്വേഷൻ എന്താ? v = 9.8 × t. ഒരു ഒബ്ജക്റ്റ് താഴെ വീഴുമ്പോൾ ഓരോ സെക്കൻഡിലും 9.8 വീതം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നമ്പർ സീക്വൻസ് എന്ത് വരും? ഒന്നാമത്തെ സെക്കൻഡിൽ എന്ത് വരും? 9.8. രണ്ടാമത്തെ സെക്കൻഡിൽ എന്ത് വരും? 9.8 × 2. മൂന്നാമത്തെ സെക്കൻഡിൽ എന്ത് വരും? 9.8 × 3. അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പർ സീക്വൻസ് കാണാം. അപ്പോൾ ഈ നമ്പർ സീക്വൻസിലും എന്താണ് വരുന്നത്? 9.8ൻ്റെ കൂടെ അഗെയിൻ 9.8 ആഡ് ചെയ്യുന്നു. 9.8ൻ്റെ കൂടെ വീണ്ടും 9.8 ആഡ് ചെയ്ത ഒരു നമ്പർ സീക്വൻസ് ആണ് കാണുന്നത്. ഇനി നമ്മുടെ ഒരു ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്.
അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു 2 മീറ്റർ/സെക്കൻഡ് ഒരു ഫോഴ്സ് വരാണ്. അപ്പോൾ എന്താവും, 10 നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് ഓപ്പോസിറ്റ് വരാണെങ്കിൽ എന്താവും, നമ്മുടെ സ്പീഡ് കുറച്ച് കുറയും. അപ്പോൾ എന്ത് വരും, 10 കുറഞ്ഞത് എന്താവും, 8 ആവും. വീണ്ടും കുറഞ്ഞ എന്താവും, അത് 6 ആവും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. 10, 8, 6 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ 10ൽ നിന്ന് എന്തായി, 8 ആയി. 10ൽ നിന്ന് 8 ആവും എന്തായി, ഒരു 2 കുറഞ്ഞു. വീണ്ടും 8ൽ നിന്ന് 6 ആവും എന്തായി, വീണ്ടും ഒരു 2 കുറഞ്ഞു. അപ്പോൾ ഈ 2 കുറയുന്നതിനെ നമുക്ക് എന്ത് പറയാം, -2 ആഡ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് 10ൽ നിന്ന് 8ലെത്താൻ -2 ആഡ് ചെയ്യണം, 8ൽ നിന്ന് 6ലെത്താൻ വീണ്ടും ഒരു -2 ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പോകുന്നു നമ്മുടെ നമ്പർ സീക്വൻസുകൾ. അപ്പോൾ ഈ നമ്പർ സീക്വൻസുകളിലെല്ലാം ഒരു നമ്പറിൽ നിന്ന് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു ഫിക്സഡ് നമ്പർ, ഇപ്പോൾ ഒന്നാമത്തെ 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് പോകുന്നു, രണ്ടാമത്തേൽ 3യുടെ കൂടെ 3 ആഡ് ചെയ്തു. അപ്പോൾ ഈ നമ്പർ സീക്വൻസ് എല്ലാം എങ്ങനെ പോകുന്നു, ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പറിനോട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന നമ്പർ സീക്വൻസിനെയാണ് നമ്മൾ പറയുന്നത് അരിതമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. അപ്പോൾ എന്താ നമ്മൾ കണ്ടത്, അരിതമെറ്റിക് സീക്വൻസ്. നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര എന്ന് പറയുന്ന നമ്പർ സീക്വൻസ് ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1ൽ നിന്ന് 1 ആഡ് ചെയ്താണ് നമ്മൾ 2വിലെത്തുന്നത്. 2വിനോട് അഗെയിൻ 1 ആഡ് ചെയ്ത് 3, 3യോട് 1 ആഡ് ചെയ്ത് 4. ഇങ്ങനെ പോകുന്ന നമ്പർ സീക്വൻസ് ഒരു ഫിക്സഡ് നമ്പർ അല്ലേ നമ്മൾ ഓരോ നമ്പറിനോട് ആഡ് ചെയ്ത് പോകുന്നത്. ആ ഫിക്സഡ് നമ്പർ എന്തെന്നാ, 1. അതിനെ നമ്മൾ ഡി എന്ന് പറയും, d = 1. ഇനി രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 3, 6, 9. 3യുടെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു, 3 ആഡ് ചെയ്യുന്നു. 6ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു, 3 ആഡ് ചെയ്ത് 9ലെത്തുന്നു. അപ്പോൾ അവിടെയും ആഡ് ചെയ്യുന്ന ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത് എന്താ, d = 3. നമ്മുടെ അടുത്ത സീക്വൻസ്, അടുത്ത നമ്പർ സീക്വൻസ് ആണ് 4, 7, 10. അപ്പോൾ ഇങ്ങനെ പോകുന്ന നമ്പർ സീക്വൻസിൽ 4ൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണു, 3. 7ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണു, 3. അപ്പോൾ അവിടുത്തെ ഒരു ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത് എന്താ, d = 3. ഇനി 360, 360 എന്ന് പോകുന്ന നമ്പർ സീക്വൻസിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫിക്സഡ് നമ്പർ എന്താ, 0. അപ്പോൾ d = എന്ത് വരും, 0. ഇനി 9.8, 9.8 × 2, 9.8 × 3 എന്ന് പോകുന്ന നമ്പർ സീക്വൻസിൽ ഫിക്സഡ് നമ്പർ d എന്ന് പറയുന്നത് എന്തെന്നാ, 9.8. 10, 8, 6 എന്ന് പറയുന്ന നമ്പർ സീക്വൻസിലെ d എന്ന് പറയുന്നത് d = -2. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടതെല്ലാം എന്താണ്, ഒരു അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ് ഈ കണ്ടതെല്ലാം. അപ്പോൾ സമാന്തര ശ്രേണി ആവണമെങ്കിൽ നമുക്ക് എന്തും കൂടി പറയാം, തൊട്ടടുത്ത 2 നമ്പറുകളുടെ ഡിഫറൻസ് എന്തായിരിക്കണം, ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ശ്രേണീനെ നമുക്ക് എന്ത് പറയാം, സമാന്തര ശ്രേണി എന്ന് പറയാം, അല്ലെങ്കിൽ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. നമുക്ക് ചുറ്റുപാടിലും എന്തുണ്ട്, ഏതൊരു മൈന്യൂട്ടായിട്ട് കാര്യങ്ങളിലും ഒരു ഗണിതം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സൂക്ഷിച്ച് വീക്ഷിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എടുക്കുന്ന ഈ സമാന്തര ശ്രേണി പോലെ ആശയങ്ങൾ നമുക്ക് അതിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, എന്ത് പറയാം, നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വന്നത്, അരിതമെറ്റിക് സീക്വൻസ് ഈസ് എ സീക്വൻസ് ഇൻ വിച്ച് വി ഗെറ്റ് ദ സെയിം നമ്പർ ഓൺ സബ്ട്രാക്റ്റിംഗ് ഫ്രം എനി ടേം ദ ടേം ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഇറ്റ്. തൊട്ടടുത്ത 2 നമ്പറുകളുടെ ഡിഫറൻസ് എന്തായിരിക്കണം, ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം. നമുക്കൊരു ഈവൺ നമ്പർ നോക്കാം. ഈവൺ നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസ് ആണ്. എഗെയിൻ അത് എന്താണ്, ഒരു അരിതമെറ്റിക് സീക്വൻസും കൂടിയാണ്. എങ്ങനെ പറയാം, 2ൽ നിന്ന് 2 ആഡ് ചെയ്ത് എന്ത് വരും, 4. 4നോട് 2 ആഡ് ചെയ്ത് 6, 6നോട് 2 ആഡ് ചെയ്തു 8. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പർ സീക്വൻസ് ആണ്. അത് എന്തുവാണ്, ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിതമെറ്റിക് സീക്വൻസിനെ നമ്മൾ 2 എന്ന് പറയുന്നതാണ് അരിതമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യ പദം ഓർ ഫസ്റ്റ് ടേം. നമ്മൾ f എന്ന് ഡിനോട്ട് ചെയ്യും. 4 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം, 6 എന്ന് പറയുന്നത് തേർഡ് ടേം, 8 എന്ന് പറയുന്നത് ഫോർത്ത് ടേം. അപ്പോൾ ഓരോ നമ്പറുകളെയും അരിതമെറ്റിക് സീക്വൻസിൽ ടേം എന്നാണ് പറയുന്നത്. 2, 4, 6, 8 എന്ന് പറയുന്ന അരിതമെറ്റിക് സീക്വൻസിലെ 2 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം, നമ്മൾ എഫ് എന്ന് പറയും. 4 എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ടേം, 6 എന്ന് പറയുന്നത് തേർഡ് ടേം, 8 എന്ന് പറയുന്നത് ഫോർത്ത് ടേം. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് അരിതമെറ്റിക് സീക്വൻസിനെ ഒന്നാം പദത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x1 എന്നാണ്. x1, x2,
x3 ഇങ്ങനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിലെ പദങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. x1 ഡിനോട്ട് 2, x2 എന്ന് പറയുന്നത് 4നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, x3 എന്ന് പറയുന്നത് 6, x4 എന്ന് പറയുന്നത് 8. ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഫസ്റ്റ് ടൈമിനെ x1 തന്നെ എഴുതാം, രണ്ടാമത്തെ ടൈമിനെ എങ്ങനെ എഴുതാം? ആദ്യ പദത്തിൻ്റെ കൂടെ ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെക്കൻഡ് പദം കിട്ടുന്നത് അല്ലേ? അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ടൈമിനെ x1 തന്നെ എഴുതാം, സെക്കൻഡ് ടൈം എന്ത് എഴുതാം? x1 പ്ലസ് ഡി, ആ ഫിക്സഡ് നമ്പറാണ് ഡി. ഇനി തേർഡ് ടൈം എങ്ങനെ എഴുതാം? സെക്കൻഡ് പദത്തിനോട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ടൈം കിട്ടുന്നത്. അപ്പോൾ എന്ത് വരും? x2 പ്ലസ് ഡി. തേർഡ് ടൈമിൻ്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാലാം പദം കിട്ടും. അപ്പോൾ ഇതിനെ x1 പ്ലസ് ഡി, x2 പ്ലസ് ഡി, x3 പ്ലസ് ഡി എന്നിങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്ക് കുറച്ച് സീക്വൻസ് തന്നിട്ടുണ്ട്, അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഗീവ് റീസൺസ് ഫോർ ദ അരിത്മെറ്റിക് സീക്വൻസ്. റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓൾസോ. ഫസ്റ്റ്, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1, 3, 5, 7 എക്സെട്ര. 1നോട് 2 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും, 3യോട് 2 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സിൽ 2 ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതെന്താണ്? അതെന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നെക്സ്റ്റ്, സീക്വൻസ് ഓഫ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ. 2, 4, 6, 8 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സ്. അപ്പോൾ 2നോട് 2 ആഡ് ചെയ്യുമ്പോൾ 4, 4നോട് അഗെയിൻ 2 ആഡ് ചെയ്യുമ്പോൾ 6, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നെക്സ്റ്റ്, എ സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് എ ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ പകുതി ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? 1, 3, 5, 7 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ത് വരും? 1/2, 3/2, 5/2, 7/2. ഇതെന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്ത് നോക്കിയാൽ മതി? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു നമ്പർ, ആ നമ്പർ തന്നെ ആയിരിക്കണം തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാൽ കിട്ടുന്നതും. എന്ത് വരും? 3/2 മൈനസ് 1/2 ഇസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് ഡിഫറൻസ് കാണാം. എന്ത് വരും? 2/2 ഇസ് ഈക്വൽ ടു 1. ഇനി തേർഡ് ടൈമിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ, സെക്കൻഡ് ടൈം കുറയ്ക്കുമ്പോൾ എന്ത് വരും? 5/2 മൈനസ് 3/2 ഇസ് ഈക്വൽ ടു 2/2 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ നമ്പർ സീക്വൻസിലെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്തായിട്ട് കിട്ടി? ഒരു ഫിക്സഡ് നമ്പർ ആയിട്ട് കിട്ടി. അപ്പോൾ എന്താണ് ഈ 1/2, 3/2, 5/2, 7/2 എന്ന് പറയുന്ന നമ്പർ സീക്വൻസ് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. എന്ത് വരും? 2വിൻ്റെ പവറുകൾ ഒരു സീക്വൻസ് ആയിട്ട് എഴുതാം. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്ത് വരും? 2^1, 2, 2^2, 4, 2^3, 8, 2^4, 16. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 4 - 2 ഇസ് ഈക്വൽ ടു 2. 8 - 4 ഇസ് ഈക്വൽ ടു 4. നമുക്ക് കിട്ടിയ സീക്വൻസ് എന്ന് പറയുന്നത് 2, 4, 8, 16. അപ്പോൾ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 - 2 ഇസ് ഈക്വൽ ടു 2. തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കുമ്പോൾ എന്ത് വരും? 8 - 4 ഇസ് ഈക്വൽ ടു 4. ഇവിടെ ഫിക്സഡ് നമ്പർ ആണോ നമുക്ക് കിട്ടിയത്? അല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3, 4 എക്സെട്ര. അതിൻ്റെ റെസിപ്രോക്കൽസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1, 2, 3, 4 എക്സെട്ര എന്ന് പറയുന്നതാണ് ഒരു നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസ് ആണ്. എഗെയിൻ അത് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസുമാണ്. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ, 1ൻ്റെ റെസിപ്രോക്കൽ എന്താ? 1/1, 2ൻ്റെ റെസിപ്രോക്കൽ 1/2, 3യുടെ റെസിപ്രോക്കൽ 1/3 എക്സെട്ര, 4ൻ്റെ 1/4 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1/2 സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 നിന്ന് 1 എന്ത് വരും? -1/2. അതുപോലെ തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കുമ്പോൾ എന്ത് വരും? 1/3 -1/2. 1/3 -1/2 ഡിനോമിനേറ്റർ സെയിം അല്ല. എന്ത് വേണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ LCM എന്താ വരാം? 6 വരാം. അപ്പോൾ 3നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എഗെയിൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇപ്പോൾ 2ന് എന്ത് വരും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു 2/6 -3/6 ഇസ് ഈക്വൽ ടു -1/6. -1/2 -1/6 ഈക്വൽ അല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഈ തന്നിരിക്കുന്ന പിക്ചറുകളിലെ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? സ്മോൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫിഗറിലെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ഫിഗറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് വരും? 1 2 3 4. തേർഡ് പിക്ചറിൽ എന്ത് വരും? 1 2 3 4 5 6 7 8 9. എന്ത് വരും? 1 4 9. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് വരും? 1 4 9. അപ്പോൾ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 - 1 ഇസ് ഈക്വൽ ടു 3. 9 - 4 ഇസ് ഈക്വൽ ടു 5. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡിഫറൻസ് കോമൺ ആണോ? അല്ല. അപ്പോൾ ഈ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിലല്ല. ഈ തന്നിരിക്കുന്ന പിക്ചറിലെ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസിലാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫിഗറിൽ 1 2 3 സ്ക്വയേഴ്സ് ആണുള്ളത്. സെക്കൻഡിൽ 5 സ്ക്വയേഴ്സ്. അടുത്ത ഫിഗർ എന്ന് പറയുന്നത് 7 സ്ക്വയേഴ്സ്. അപ്പോൾ 3 5 7 എന്നിങ്ങനെയാണ് നമ്പറുകൾ പോകുന്നത്. അപ്പോൾ 3നോട് എന്ത് കൂട്ടിയാൽ 5 കിട്ടും? 2. അതായത് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 - 3 ഇസ് ഈക്വൽ ടു 2. ഇനി തേർഡ് ടൈം എന്ന് പറയുന്നത് എന്താ? 7. 7 മൈനസ് സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും? 7 - 5 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്മോൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഫിഗറിൽ ഇതുപോലെ തന്നെ കുറേ സ്മോൾ സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ എന്ത് വരും? ഒരു സ്ക്വയർ ആണുള്ളത്. അപ്പോൾ 1 വരും. സെക്കൻഡ് പാറ്റേൺ എന്ത് വരും? 1 2 3 4. തേർഡ് വണ്ണിൽ എന്ത് വരും? 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇങ്ങനെ പോകുന്നു നമ്മുടെ നമ്പർ സീക്വൻസ്. എക്സെട്ര. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അല്ല. 4ൽ നിന്ന് 1 കുറച്ചാൽ എന്ത് വരും? 3. 9ൽ നിന്ന് 4 കുറച്ചാൽ എന്ത് വരും? 5. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. എന്നിരുന്നാലും ഈ അവസാനത്തെ പാറ്റേൺ ഒന്ന് നമുക്ക് നോക്കാം. ഈ അവസാനത്തെ പാറ്റേണിൽ ഷെയ്ഡഡ് റീജിയൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോയിൽ ഒരു സ്ക്വയർ ആണുള്ളത്. സെക്കൻഡ് റോയിൽ 3, തേർഡ് റോയിൽ 5, പിന്നെ 7. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ പാറ്റേൺ 4 തന്നെ എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. പാറ്റേൺ 1 2 3 4 എല്ലാം കൂടി നോക്കുമ്പോൾ അതെന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. പാറ്റേൺ 4 തന്നെ എന്താണ്? അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഈ സ്ക്വയേഴ്സിലെ വൈറ്റ് കളറുള്ള ഈ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫിഗറിൽ എത്ര സ്ക്വയർ ഉണ്ട്? 4. രണ്ടാമത്തെ സ്ക്വയറിൽ ലാർജ് സ്ക്വയറിൽ എത്ര സ്മോളസ്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്? വൈറ്റ് ഷെയ്ഡ് ചെയ്ത് എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 8 സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. അടുത്ത ഫിഗറിൽ എന്ത് വരും? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നത്? ഈ വൈറ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എത്ര വരും? 4 8 12 16. ഇങ്ങനെ ഒരു പാറ്റേണിലാണ് പോകുന്നത്. 4 8 12 16 എന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. ഇതൊന്ന് നോക്കാം. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ? അതായത് ഓരോ ഫിഗറിലും എത്ര സ്മോൾ റെക്റ്റാങ്കിൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വരും? ഫസ്റ്റ് ഫിഗറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 2. സെക്കൻഡിൽ എന്ത് വരും? 1 2 3 4. അടുത്ത റെക്റ്റാങ്കിൾ എന്ത് വരും? 1 2 3 4 5 6. അപ്പോൾ ഇതിങ്ങനെ പോകും.
2 4 6 എക്സെട്ര എന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതെന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഇനി ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ സ്ക്വയർ ലാർജ് സ്ക്വയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 നമുക്ക് എഴുതാം. സെക്കൻഡ് ഫിഗറിൽ എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? ഒരു ലാർജ് സ്ക്വയർ ആണുള്ളത്. തേർഡ് ഫിഗറിൽ എത്ര ലാർജ് സ്ക്വയർ വരും? 2 ലാർജ് സ്ക്വയർ വരും. 4 സ്മോൾ സ്ക്വയേഴ്സ് ഉള്ള 2 ലാർജ് സ്ക്വയർ ആണ് ആ തേർഡ് ഫിഗറിലുള്ളത്. ലാസ്റ്റ് ഫിഗറിൽ എത്ര ലാർജ് സ്ക്വയർ വരും? 4 സ്മോൾ സ്ക്വയേഴ്സ് ഉള്ള ഒരു 3 ലാർജ് സ്ക്വയേഴ്സ് വരും. അപ്പോൾ 0 1 2 3 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ് കിട്ടുക. 0-നോട് 1 ആഡ് ചെയ്തു 1, 1-നോട് അഗെയിൻ 1 ആഡ് ചെയ്തു 2, 2-നോട് അഗെയിൻ 1 ആഡ് ചെയ്തു 3. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ആദ്യത്തെ ഫിഗറിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 2 സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. 2 സ്ക്വയേഴ്സ്. ഈ സെക്കൻഡ് ഫിഗറിൽ എന്ത് വരും? 1 2 3 4 4 ചെറിയ സമചതുരങ്ങളും ഒരു വലിയ സമചതുരമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ആയി? 5. 2 5. അടുത്തത് എന്ത് വരും? 6 ചെറിയ സമചതുരങ്ങളും 2 വലിയ സമചതുരങ്ങളും. അപ്പോൾ എത്രയായി? 8. അടുത്തതിന് എന്ത് വരും? 8 ചെറിയ സമചതുരങ്ങൾ, അതിൻ്റെ ഒപ്പം തന്നെ 3 വലിയ സമചതുരങ്ങൾ. അപ്പോൾ 8ഉം 3ഉം 11. അപ്പോൾ ഇങ്ങനെ പോകുന്ന നമ്പർ സീക്വൻസിൻ്റെ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 - 2 = 3. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുമ്പോൾ = 3. അപ്പോൾ ഇതെന്താണ്? ഈ ഡിഫറൻസ് കോമൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷനിൽ വെച്ച് ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ സ്റ്റെയർ കേസ് ഷോൺ ഹിയർ ദ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 cm and the height of each step after it is 17.5 cm. How high from the ground would be someone climbing up after each step? Write these numbers as a sequence. എന്ത് വരും? സ്റ്റെയർ കേസ് ആണ് തന്നിരിക്കുന്നത്. ആ സ്റ്റെയർ കേസിൽ ആദ്യത്തെ സ്റ്റെയർ കേസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലേക്ക് പോകും തോറും എന്ത് കൂടുന്നു? 17.5 കൂടി വരുന്നു. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 10 cm ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ എന്തും കൂടി ആഡ് ചെയ്യണം? 10ൻ്റെ കൂടെ ഒരു 17.5 കൂടി ആഡ് ചെയ്യണം. 10 plus 17.5 ആഡ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ സ്റ്റെപ്പിലേക്ക് എത്താൻ വീണ്ടും ഒരു 17.5 കൂടി ആഡ് ചെയ്യണം. 10 + 17.5 + 17.5. അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താൻ എന്ത് വേണം? 10 + 17.5 + 17.5 + 17.5. അപ്പോൾ എന്ത് വരും നമ്മുടെ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ആദ്യത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. രണ്ടാമത്തെ ഹൈറ്റ് എന്ത് വരും? 10 + 17.5. 10 + 17 എന്ന് പറഞ്ഞാൽ 27.5. 27.5. തേർഡ് എന്ത് വരും? 10 + 17.5 എന്ന് പറഞ്ഞാൽ 27.5. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 17.5 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 45. 45. നെക്സ്റ്റ് എന്ത് വരും? 45ൻ്റെ കൂടെ ഒരു 17.5 കൂടി ആഡ് ചെയ്യണം. 62.5. അപ്പോൾ ഇങ്ങനെ പോകുന്നു ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് 2-3 ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആസ് എ സീക്വൻസ്. ചെക്ക് വെദർ ദ സീക്വൻസ് ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 എന്ന നാച്ചുറൽ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് എഴുതാലോ. സീക്വൻസ് എഴുതിയിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എ ടാങ്ക് കണ്ടെയ്ൻ 1000 liters ഓഫ് വാട്ടർ ആൻഡ് ഫ്ലോസ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 5 liters per second. How much water is there in the tank after each second?
റൈറ്റ് ദ നമ്പേഴ്സ് ആസ് എ സീക്വൻസ്, ചെക്ക് വെദർ ദ സീക്വൻസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അതായത് ഒരു ടാങ്കിൽ 1000 liters ഓഫ് വാട്ടർ ഉണ്ട്, ഓരോ സെക്കൻഡിലും 5 liters വീതം പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 1000-ൽ നിന്ന് വീണ്ടും 5 കുറച്ച് എന്ത് കിട്ടും, അടുത്ത നമ്പറുകൾ കിട്ടും. അങ്ങനെ പോകുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിട്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ കൂടുതൽ എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്ത് നിങ്ങളിതൊന്ന് സോൾവ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടിലും ഏതൊക്കെ നമ്പർ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആവും എന്നൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നമ്മുടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ ഗുഡ്നെസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ മതി. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.